ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ സംഭവം വീട്ടിലാണെങ്കിലും ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളല്ല. ഇന്നലെ ഞാൻ പാലക്കാട് ലുലുവിൽ പോയ വിശേഷവും പിന്നെ രാത്രി സീ ഫുഡ് കഴിച്ച വിശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പാലക്കാട് ലുലുവിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വഴി കൂടിയാണ് ഞങ്ങൾ മറ്റേ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഇവിടേക്ക് ഡിവൈനും ഡോണും മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിവൈൻ എപ്പോഴും പറയായിരുന്നു, നമുക്ക് എറണാകുളത്ത് പോണേക്കാളും നല്ലത് ഇവിടെയാണ് മമ്മി, വഴിയിലും ബ്ലോക്കില്ല, സുഖമായിട്ട് പോയിട്ട് വരാമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒന്ന് കയറിപ്പോവാം. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ മോളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലുലുവിലേക്ക് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത്, അതൊക്കെ നിങ്ങൾക്ക് ഇന്നലെ അറിയാമല്ലോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ട്രോളിയിൽ കണ്ടു, ട്രോളി കിടക്കണ കിടപ്പ് കണ്ടു, എന്ത് ഭംഗിയിലാണ് കിടക്കണേ. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതിൻ്റെ പകുതി പോലും ഇല്ല. കാരണം ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുടക്ക് ദിവസമാണല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ ഞങ്ങൾ കയറുമ്പോൾ അധികം ആളുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അധികം ആളുണ്ടായിരുന്നില്ല. പക്ഷെ മടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര തിരക്കായിട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ എന്തോ മുഖപരിചയം തോന്നി. അവർ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ കയറ്റിയത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കയറുന്നത് പോലെ തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഞാനും ഡിംപിളൊക്കെ ആദ്യമായിട്ടാണ് പാലക്കാട് ലുലുവിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ലുലുവിൽ കയറി. അപ്പോൾ പാച്ചു ആസ് യൂഷ്വൽ നമ്മുടെ അപ്പാപ്പൻ്റെ കൂടെ തന്നെ ഉണ്ട്, നിഴൽ പോലെ അപ്പാപ്പൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. തോമു അപ്പയുടെ കൂടെയും, ഇപ്പോൾ ചാക്കോച്ചൻ പിന്നെ എല്ലാവരുടെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ മുകളിൽ കയറി കഴിഞ്ഞ് ഓരോ ഇവിടേക്കൊന്നും നമ്മൾ പോയില്ല, ജസ്റ്റ് പുറമേന്ന് കണ്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഓരോ കടകളുടെ മുമ്പിൽ കൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പാലക്കാടുള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും വേണമെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് തോന്നിയാൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, പാലക്കാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു വട്ടെങ്കിലും പോവാത്തവർ ഒന്ന് പോവുക. കാരണം നമുക്ക് എല്ലാവർക്കും ദുബായിലും അവിടെ ഇവിടെയും പോയിട്ട് വലിയ മോളുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ലുലു എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും ലുലു മാളുണ്ട്. അപ്പോൾ ലുലു മാളിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടറിയാം. ഞാൻ സംഭവം സ്ഥിരം മുമ്പ് ലുലുവിൽ എറണാകുളം ലുലുവിൽ പോവും. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ വന്നപ്പോൾ ശോഭയിലാണ് പോയിരുന്നത്. പക്ഷേ ശോഭയിൽ ഞാൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് പോകാറില്ല കേട്ടോ. പിന്നെ ഞാൻ നെസ്റ്റോ വന്നതിന് ശേഷം നെസ്റ്റോയിലാണ് അധിക ഭാഗം. റിലയൻസ്, ബിഗ് ബസാർ ഇതൊക്കെയാണ് എൻ്റെ വാസം. നെസ്റ്റോ വന്നതിന് ശേഷമാണ് ഞാൻ നെസ്റ്റോയിലേക്ക് പോയി തുടങ്ങിയത്. പക്ഷേ അവിടെ പോണതും പച്ചക്കറികൾ മറ്റേ ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ലുലു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലുലുവിന് ഒരു അടുക്കും ചിട്ടയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര ഒരു സാധനം ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഓരോന്ന് ഒതുക്കി വെക്കില്ല, അതുപോലെയാണ്. സ്പ്രെഡുകൾ ഒരു വശത്താണെങ്കിൽ അത് അവിടെ തന്നെയുള്ളൂ, വേറൊരു വശത്തു നിന്ന് 2 പോയാൽ കിട്ടില്ല. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾക്ക്, സോപ്പുകളാണെങ്കിൽ ഒരൊറ്റ വശത്താണ് സോപ്പുകൾ, അല്ലാണ്ട് ഇവിടെ കുറച്ച് സോപ്പ് വെച്ചിട്ട് അവിടെ മറ്റേ സംഭവം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ട് എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല പറയണത്. ഇവിടെ എനിക്ക് എന്തോ ഭയങ്കര പ്രത്യേകത തോന്നി. നിങ്ങൾക്കറിയാം, ഞാൻ സൂപ്പർ മാർക്കറ്റുകൾ തോറും കയറുന്ന ഒരാളാണെന്ന്. ഇതൊക്കെ 50% ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. സ്നഗ്ഗി, പാമ്പേഴ്സ്, ബെല്ല, പിന്നെ ജിഫി, ഇതൊക്കെ ഇങ്ങനെ ഓഫറിൽ ഇട്ടിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് ഒരു വശത്ത്, അതായത് ഡയപ്പറുകളുടെ വശം, ചെറിയവരുടെയും വലിയവരുടെയും ആയ എല്ലാ ഡയപ്പേഴ്സും ഒരു വശത്താണെങ്കിൽ, ഇങ്ങേ വശത്ത് ഓരോ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സെക്ഷനിലും ആ സാധനം. ഇപ്പോൾ ജാം നോക്കി പോവുകയാണെങ്കിൽ ഈ ഒരു വശത്തേക്ക് മാത്രം വന്നാൽ മതി. ഹോം മെയ്ഡ് ജാമുകളും ഇതൊക്കെ കണ്ടില്ലേ, ജാം പിക്കിൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഈ വശത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ അച്ചാറുകൾ, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അടുക്കും ചിട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. നമ്മളിത് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിക്കാൻ തോന്നും. കാരണം അതുപോലെയാണ് ഒതുക്കി വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് രാവിലെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്, ഒരു 10:30 ആയപ്പോഴാണ് പോയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മണി തൊട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ടും ആയിരിക്കാം ഭയങ്കര ഒക്കെ നിറവിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നമ്മളുടെ ഇവിടെ
വരുന്നുണ്ട് സെൻറ്റ് ജൂഡിൻ്റെ അവിടെ ഒരു മറ്റേ മരിയാപുരത്തേക്ക് പോകുന്നിടത്തേക്ക് ഒരെണ്ണം വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞാനൊക്കെ അത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റോ വരെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മോളുകളിലൊക്കെ പോകാനായിട്ട് വലിയ ഇഷ്ടമാണ്. പക്ഷേ മോളിൽ പോയാലും ഞാൻ വേറെ എവിടെയും പോവില്ല, സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. കാരണം നമ്മൾ കഴിക്കാത്തതും കാണാത്തതുമായ കണ്ടമാനം സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഭയങ്കര വിലയാണ്. ഒരിക്കലും അല്ല. ഒക്കെ നമുക്ക് സാധാരണക്കാർ പുറമേ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വേണമെങ്കിൽ ഒരു 5 രൂപ കുറവായിരിക്കും ഇവിടെ. അത്രയും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം കടകളിൽ പോകുമ്പോൾ നമുക്ക് ഓഫേഴ്സ് ഉണ്ടാവില്ല. സാധാരണ കടകളിൽ പോകുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അവർ പറയുന്ന സാധനം ആ തൂക്കത്തിന് നമ്മൾ വാങ്ങിക്കണം. ഇവിടെ അങ്ങനെയല്ല. നമ്മൾക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ, ആ ഒരെണ്ണം എടുത്തിട്ട് അതിനുള്ളത് പേ ചെയ്താൽ മതി. അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരിക്കലും വീട്ടിൽ സാധനങ്ങൾ വേസ്റ്റ് വരില്ല. അപ്പോൾ തക്കാളി ആയാലും സവോള ആയാലും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആയാലും ഇതൊക്കെ സാലഡ്സാണ്, പലതരം സാലഡുകളാണ് കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ആയതുകൊണ്ട് എല്ലാം നിറഞ്ഞിരിക്കും. ഇത് കടലക്കൂട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കടലക്കറി. നല്ല എൻ്റെ വായിൽ നിന്ന് വെള്ളം വരും. മിളകിട്ടിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക, പണ്ട് തൃശ്ശൂർക്കാർ മിളക് കടല കാച്ചണ ഒരു സംഭവമുണ്ട്, നാളികേരമൊക്കെ ഇട്ട്. ഭയങ്കര രസമാട്ടോ. അതൊന്നുമില്ല, ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് ആ മൂക്കണ മണം ഉണ്ടല്ലോ, ആ മണം വരുമ്പോൾ ഇത്തിരി കുത്തിപ്പൊടി ഇട്ട് അതിൽ കുറച്ച് നാളികേരം ചിരകിയിട്ടിട്ട് നല്ലോണം വേവിച്ച കടലിട്ടിട്ട് അങ്ങോട്ട് വെള്ളമില്ലാണ്ട് അങ്ങോട്ട് വരട്ടും. എന്താ രസം എന്നറിയോ അത്. അപ്പോൾ അത് അവിടെ ഇരിക്കണം കണ്ടു ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു തൃശ്ശൂർക്കാരുടെ കടൽ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഇതാ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കണം. പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ ജിലേബി. കാരണം ഓൾറെഡി ഞങ്ങൾ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പോൾ ഞാൻ ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചിട്ട് നാരങ്ങ വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ഇവിടുന്ന് പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കുമ്പോൾ ഞാനും ഡിവൈനും ഷെയർ ചെയ്തിട്ട് എപ്പോഴും കഴിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി കേട്ടോ. അങ്ങനെ ഇത് ഓരോ സെക്ഷൻ കണ്ടു. നമ്മുടെ പണ്ടത്തെ മിഠായികൾ അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് അവിടെ ഇരിക്കണം. ഇത് മുഴുവൻ വറവ് സാധനങ്ങൾ, പലതരം മിക്സ്ചറുകൾ, പലതരം സ്നാക്സുകൾ. അതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നമ്മൾ നെസ്റ്റോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഒക്കെ വേറൊരു സ്റ്റൈലിലാണ് ഇവിടെ ലുലുവിലിട്ട്. അത് എറണാകുളത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരുള്ള വൈമോളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ അവലോസ് പൊടി ഉണ്ട് കേട്ടോ, പലതരം അവലോസ് പൊടികളാണ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടു. അവർ പാക്ക് ചെയ്ത് വെക്കുന്ന സംഭവമൊക്കെ ഞാൻ നോക്കി കണ്ടു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഞങ്ങളിങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വശത്ത് ഡിവൈൻ അങ്ങേ വശത്തും പോയി, ഞാൻ ഇങ്ങേ വശത്തും പോയി. കുട്ടികളും ഡിംപിളും ഡാഡിയും ഡോണും കൂടിയിട്ട് പ്ലേ ഏരിയയിലേക്ക് വിട്ടു. കാരണം അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ശരിയാവില്ല. അപ്പോൾ ഡിംപിളുടെ ഫേവറേറ്റാണ് ബ്രൗണി. അപ്പോൾ ഞാൻ ഒരു ബോക്സിൽ 2 പീസ് ബ്രൗണി എടുത്തു, പിന്നെ ഡോനട്ട് എടുത്തു, പിന്നെ എന്തിട്ടാണ് മറ്റേ വാനില മറ്റേ ഡ്രോപ്സ് ഇല്ലേ, അതായത് പണ്ടത്തെ എന്ത് ബിസ്ക്കറ്റ് എന്നാണ് പറയുക, ആ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടം, ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ബോക്സ് എടുത്തു. പിന്നെ അങ്ങനെ 2-3 സംഭവം മാത്രം. പിന്നെ ഒക്കെ നമ്മളെപ്പോഴും ഓരോന്ന് വാങ്ങിക്കുന്നത് കാരണം, വീട്ടിലുള്ള കാരണം ഞാൻ പിന്നെ വാങ്ങിയില്ല. പിന്നെ ഇത് കൊണ്ട് പോകണ്ടേ. അപ്പോൾ അത്യാവശ്യം എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയ സംഭവങ്ങൾ മാത്രം ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തോന്നി. അപ്പോൾ ഡിവൈനോട് ഞാൻ പറഞ്ഞു ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചെടുത്തോളം എന്ന് പറഞ്ഞപ്പോൾ ഡിവൈനും അതെ കുട്ടികൾക്ക് തോമുവിന് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഒക്കെ പിക്ക് ചെയ്തു. അങ്ങനെ അതാണ് ഞാൻ പറയുക, വാനില ഡ്രോപ്സ്. നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. ഇത് മറ്റേ പണ്ടത്തെ എന്ത് ബിസ്ക്കറ്റ് എന്നാ പറയുക, എൻ്റെ വായയിൽ വരുന്ന ബീൻസ് ബിസ്ക്കറ്റ് എന്ന്. പണ്ട് അങ്ങനെയാണ് നമ്മൾ പറയുക, ബീൻസ് ബിസ്ക്കറ്റ് എന്ന് പറയും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രോപ്സ് എന്ന് പറയുക, അതായത് വാനില ഡ്രോപ്സ്, മാംഗോ ഡ്രോപ്സ്, അതായത് പല ഫ്ലേവറിലാണ് വരുന്നത്. അപ്പോൾ അത് ഡ്രോപ്പാക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്തത് ഡ്രോപ്സായി. നമ്മളിപ്പോൾ പണ്ട് ബീൻസ് ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് ഒറ്റ ചോദിക്കാം. അങ്ങനെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, റസ്കിൻ്റെ വിഭാഗം മാത്രമാണ്. അതിന് സൂപ്പ് സ്റ്റിക്ക് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഫുള്ള് എല്ലാ തരവും റസ്കിൻ്റെ പല റസ്കുകൾ, ബേബി റസ്ക്, ഗീ റസ്ക്, ആ റസ്ക്, ഈ റസ്ക്. ഇത് നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ബണ്ണ്, ബ്രെഡ്, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനവും, ക്രീം ബണ്ണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതിൻ്റെ അപ്പുറത്ത് സ്പ്രെഡുകൾ കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വീട്ടിലൊക്കെ ഒതുക്കി വെക്കുന്ന അതേപോലെയാണ് ഓരോ ഭാഗങ്ങളും കണ്ടിരുന്നത്. ജാമ്, ബ്രെഡ്, അതായത് ബ്രെഡും ജാമും, ബ്രെഡും ബട്ടറും, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു വശത്ത്. പിന്നെ ഇങ്ങോട്ട് കടന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൊതിയായത് മല്ലിയില, ഫ്രഷായിട്ട് മല്ലിയിലയും ചീരയൊക്കെ ഇരിക്കണുണ്ടപ്പോൾ അതിനേക്കാളും ഇതിപ്പോൾ ഡ്രീം കേക്ക്, പുഡിങ്ങുകൾ, പീസ് കേക്കുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഹണി കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോണിന് കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഡിവൈൻ ഒരു പീസ് ഹണി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല ദാഹം തോന്നിയപ്പോൾ ഞാനൊരു
ബോട്ടിൽ ലൈം ജ്യൂസ് ചെറുത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിവൈൻ ഡോണിന് ഇതിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സ്ട്രോബെറിയുടെ ഷെയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടു പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് മുഴുവൻ എല്ലാം അവിടുത്തെ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പുളി, പിന്നെ പലതരം ഡേറ്റ്സ്, പിന്നെ അറേബ്യൻ സ്വീറ്റ്സ്, അങ്ങനെ ഓരോ സെക്ഷനും. അപ്പോൾ ഞാനിതെങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം എടുത്തത് നിങ്ങൾക്ക് അവിടെ പോകുന്നവർക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ വില നിലവാരം എന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാതും റീസണബിൾ റേറ്റാണ്. അങ്ങനെ കുറേ കൂടുതലൊന്നുമില്ല, എന്നാൽ ചിലത് കുറവുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നേന്ത്രക്കൊല, വലിയ നേന്ത്രക്കൊലയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എവിടെയെങ്കിലും വീടുകളിൽ ഉണ്ടായ സംഭവമായിരിക്കും, അത് അത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊലയാണ് കേട്ടോ. അങ്ങനെ ഓരോ ഭാഗവും ഞാൻ അപ്പോൾ ഡിവൈൻ പറഞ്ഞു, മമ്മി വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ ഓരോ സാധനങ്ങൾ നോക്കാനും വാങ്ങിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ട് നീങ്ങിട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ഭാഗങ്ങൾ വീഡിയോ എടുത്തു. അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ. അപ്പോൾ വേളാങ്കണ്ണിയിൽ പോയപ്പോഴും എല്ലാവരും പറഞ്ഞു ആൻറ്റി ഇങ്ങനെ കാണിച്ചപ്പോൾ ഞങ്ങൾക്കും അവിടെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലുലുവിൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കൂടെ ഇതിപ്പോൾ കണ്ടുവരുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നല നിങ്ങൾക്കും കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളാട്ടോ, കണ്ടോ, അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആവശ്യമില്ല, കാരണം ഒക്കെ കൊണ്ടുവന്നത് ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഇനി അടുത്തൊരു സെക്ഷൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എവിടെയായാലും കിട്ടണതല്ലേ, നമ്മളുടെ അവിടെ ആയാലും. പിന്നെ ഹോൾസെയിലായിട്ടും ഇവിടെ ബെസ്റ്റിലുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വീക്ക്നെസ് കേട്ടോ, ഈ കോഫിയും ചായയും എന്ന് പറയണത്. ടീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയുള്ള ടീ എനിക്കിഷ്ടമല്ല, ഫ്ലേവേർഡ് ടീ. ഈ കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര, എനിക്കും അതെ ഡാളിക്കും അക്കിക്കും അതെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ്. ഡിമ്പിളിനും അങ്ങനെയൊക്കെ തന്നെയാണ്, ഡിവൈനും അതെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഭാഗം നോക്കി ഇവിടെ ഞാൻ കണ്ണൻദേവൻ സ്ട്രോങ് കണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് എടുത്തു, ഓഫർ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിന് 324 അങ്ങോട്ടാണ് ഞാൻ കണ്ടത്. ഇപ്പം എനിക്ക് കാണുന്നില്ല കേട്ടോ. പക്ഷേ അവിടെ നോക്കിയപ്പോൾ 1 രൂപ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ 1 രൂപയ്ക്ക് വേണ്ടി ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് താങ്ങി കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ വെച്ചിട്ട് അതവിടെ ഞാൻ വെച്ചു. അപ്പോൾ നിങ്ങളായാലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓഫറുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അല്ലാത്തത് നമുക്ക് പുറത്ത് എപ്പോഴായാലും കിട്ടും. അതിന് വേണ്ടി ഒരു കാശ് മുടക്കി അവിടെ ഇടേണ്ട കാര്യമില്ല. ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കാം, കാരണം നാളെ ചിലപ്പോൾ ഈ വിലയ്ക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം ഡിവൈൻ ബില്ലിടണ നേരം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ പുട്ടുപൊടികൾ പലതരം അവിടെ ഇരിക്കണം. പക്ഷേ ബില്ല് ഇതപ്പോൾ ഇട്ടില്ല എന്നുള്ളതായി. അപ്പോൾ ഞാൻ വേഗം അവിടുത്തെ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ വേഗം എനിക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെമ്പാവരി പുട്ടും പിന്നെ എന്തൊട്ട് പുട്ടാണ്, ചോളോ പുട്ടും, അങ്ങനെ 2 തരം പുട്ടുപൊടി വാങ്ങിയിട്ടോ. അപ്പോഴത്തേക്കും ഡിവൈൻ ഓൾറെഡി അവിടെ ബില്ലിട്ടിരുന്നു. അപ്പോൾ ഈ സംഭവം മാത്രമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് ഒരു 3-4 തരം പുട്ടുപൊടി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ചാക്കോച്ചൻ അത്രേഷ ഏറ്റവും കൂടുതൽ അവിടെ ചില്ല് ചെയ്ത ആൾ ചാക്കോച്ചൻ. എല്ലാ റൈഡിലും കയറി എന്ന് പറയുന്നത്, അവിടെ കുഞ്ഞു കുട്ടികൾക്കുള്ള റൈഡുകളുണ്ട് ഇത്ര. അപ്പോൾ അതിലൊക്കെ കയറി എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസൊന്നുമില്ല. ഡോണ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അവൻ എനിക്ക് കാണിച്ചു തന്നായിരുന്നു കേട്ടോ ഇങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു കൂസലും ഇല്ലാണ്ട് മൂപ്പര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ തോമു അവിടെ എന്തോ ഒരു കാറ് കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ജ്യൂസും പിന്നെ ഹണി കേക്കിൻ്റെ ഒരു പീസും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോൺ അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഡിമ്പിളിന് പിന്നെ അങ്ങനത്തെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കത് വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ഡോൺ ഹണി കേക്കും ഇതും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ പാനിപൂരിയുടെയും ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമല്ല, ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അതിന് ഒരെണ്ണം ഞാൻ കഴിച്ചു. ഞാനും ഡിവൈനും ഈ 2 എണ്ണമൊക്കെ കഴിച്ചു. പിന്നെ ഡോണിന് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഞങ്ങളെപ്പോഴും എന്ത് വാങ്ങിക്കുമ്പോഴും ഞങ്ങളൊന്ന് ഷെയർ ചെയ്യും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ മടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന തിരക്കല്ല, വരുമ്പോൾ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടമാനം പേര് നമ്മളുടെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ലുലുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് മറ്റേ മഡ് ഹൗസിലേക്കാണ് കേട്ടോ, ഉദയ റിസോർട്ടിലേക്കാണ് പോയത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് ഫ്രഷായി ഒരു 2 മണിക്കൂറോളം കിട്ടി ഞങ്ങൾക്ക്. അതായത് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2:30 ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നു, റെസ്റ്റ് ചെയ്തു. ശരിക്കും ഈ വെയിലിൻ്റെ ആ ചൂട് അവിടെ പോയപ്പോൾ അങ്ങോട്ട് അവസാനിച്ചു. അങ്ങനെ 2:15 ആയപ്പോൾ അവിടെ ഇറങ്ങി. കാരണം 2:30 ഇവിടെ ഞങ്ങൾ വരാമെന്ന് പറയാം. അതുവരെ ഇവിടെ ഭയങ്കര തിരക്കാത്ര. അപ്പോൾ ആ തിരക്കൊന്നും ഒഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കുകയും വേണ്ടേ.
കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാലക്കാട് തന്നെയാണ് കേട്ടോ, കടൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റേക്ക്, സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടെ ഏതോ ദിവസം വെനസ്ഡേ തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ പറയുമ്പോൾ തെറ്റി പോകണ്ട കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വിളിച്ച് വെച്ചിട്ട് പോകാവും. ഗ്രിൽഡ് ഫിഷുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ള ചിന്തയായി. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റൈല് ഡിഷ് പറഞ്ഞു. ഒരാൾ കിഴിപ്പൊറോട്ട, ഒരാൾ മറ്റ് ചട്ടിച്ചോറ്, ഒരാൾ ഫിഷ് കറി മീൽസ്, ബിരിയാണി, അങ്ങനെ ഒരു 5 പേര് 5 തരം ഫുഡാണ് പറഞ്ഞത്. അങ്ങനെ 5 തരം ഫുഡ് കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്ലേറ്ററും കൊണ്ടുവന്നു. പ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അതും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഒരറ്റത്തുനിന്ന് തുടങ്ങിയെങ്കിലും അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് കഴിഞ്ഞില്ല. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് ഞങ്ങളും വിചാരിച്ചിട്ടില്ല. അപ്പോൾ പാച്ചു ഇതൊന്നും അറിയാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ കിടന്ന് ഉറങ്ങാവൻ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടാണ് പോകണം. കാരണം നമ്മളവിടെ ചെന്നാൽ എങ്ങനെയും കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കുട്ടികൾക്ക് ആ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദേഷ്യമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ മുമ്പ് ഇങ്ങനെയാണ് റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക കേട്ടോ. അങ്ങനെ ഇതെല്ലതും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവസാനമായപ്പോഴേക്കും വേസ്റ്റായി എന്ന് തന്നെ പറയാം. ഞാൻ അങ്ങനെ അധികം കഴിക്കാത്ത ഞാൻ വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരേ ഗ്ലാസ് ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഫോൺ തട്ടിയിട്ട് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കറിയാലോ, ഒരു കയ്യിൽ ഭക്ഷണം ഒരു കയ്യിൽ ഫോൺ എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചില സമയത്തൊക്കെ അങ്ങനെയാവും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അതങ്ങനെ കിടന്നോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നേന്ന് വെച്ച് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് അവസാനിപ്പിച്ചു. അതായത് ഞങ്ങൾ ആദ്യം തൊട്ടടുത്ത് നമ്മൾ കുത്തു പൊറോട്ട എടുത്തു. അത് കഴിഞ്ഞ് ഓരോ സെക്ഷൻ അല്ല, നൂൽ പൊറോട്ടയും മീൻകറി, സൂപ്പർ മീൻകറി കേട്ടോ, പറയാണ്ട് വയ്യ, അത്ര ടേസ്റ്റായിരുന്നു. അതുപോലെ ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സീ ഫുഡിനോട് ഇഷ്ടമുണ്ടെങ്കിൽ കടലിലേക്ക് ഒന്ന് പോയി നോക്കിട്ടോ. കടലിൽ തപ്പി വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടും. അതുപോലെ കൂന്തളൊക്കെ സൂപ്പറായിരുന്നു, നല്ല മസാലയായിരുന്നു കേട്ടോ. ഞണ്ടിൻ്റെയൊക്കെ നല്ല കുരുമുളകൊക്കെ ഇട്ട അസൽ സംഭവമായിരുന്നു. അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഒരേ ലൈം ജ്യൂസും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് എവിടേക്കില്ല, നേരെ നമ്മുടെ തൃശ്ശൂർക്ക്. അങ്ങനെ പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പോഴേക്കും പിള്ളേർസൊക്കെ ഓരോ സൈഡിൽ കിടന്ന് ഉറങ്ങി തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു കയറിയിട്ട് ഞാനും സുഖമായിട്ട് കിടന്നുറങ്ങി. ഇവിടെ എത്താറായപ്പോഴാണ് എന്നെ വിളിച്ചത്, ദാ മമ്മി എത്തി എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വയറ് മറന്ന് കഴിക്കാറില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറേശ്ശെ കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇതെല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്തപ്പോഴോ നമ്മളുടെ വയറ് ഫുള്ളായി. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ വീട്ടിലെത്തി. എനിക്ക് തോന്നുന്നു 5:30 ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തി ജസ്റ്റ് ഒന്ന് കയറി നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഇത് മറ്റേ ബ്രൗണി, ഇത് നമ്മുടെ ഡോനറ്റ്, മറ്റേത് മിൽക്ക് കുക്കീസ്, ഇത് നമ്മളുടെ ഡ്രോപ്സ്, ഇത് ഞാൻ പറഞ്ഞില്ലേ ചോളത്തിൻ്റെ പുട്ടുപൊടിയും പിന്നെ റാഗിയുടെ പുട്ടുപൊടി ചെമ്പാവരി പുട്ടുപൊടിയും വാങ്ങിച്ചു. അതാണ് ഈ സംഭവം കേട്ടോ. 1.5 കിലോനാണ് ഞാൻ വാങ്ങിയത്. അതായത് ഒരു 1-2 പ്രാവശ്യം പുട്ടുണ്ടാക്കാവുന്ന സംഭവം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ കുട്ടികൾ മുറ്റത്തുനിന്ന് കയറാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല. അവരിങ്ങനെ അവിടെ കളിക്കണം. കുറച്ച് എന്താ പറയുക, സംഭവം ഒരു ദിവസമായിട്ടുള്ള പോയിട്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒന്ന് കയ്യും കാലൊക്കെ ഇട്ടടിച്ച് നടക്കുക എന്നൊക്കെ പറയണ പോലെ. അങ്ങനെ സമയം നോക്കിയാൽ നിങ്ങൾ 5:30 ആകുമ്പോഴേക്കും ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ നമ്മളത് തന്നെയാണ് ആഗ്രഹിച്ചതും, നേരത്തോടെ പോയി നേരത്തോടെ വരിക. അപ്പോൾ ഒരു യാത്രാക്ഷീണം ഉണ്ടാവില്ല കുട്ടികൾക്ക്. സ്കൂളിൽ പോകേണ്ടതല്ല. അവർ ഇന്ന് രാവിലെ എണീറ്റ് മിടുക്കരായിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിസിനസ്സിൻ്റെ പിന്നാലെയായിരുന്നു ഞങ്ങൾ 3 പേരും. അപ്പോൾ ബിസിനസ്സും വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.